ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സച്ചിയും രേവതിയും കൂടി പൂവൊക്കെ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി അങ്ങനെ സന്തോഷത്തിൽ ചാടി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ നേതാവ് പറയും, പിടിച്ച് കെട്ടിയിടറ ഇവനെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അയ്യോ അദ്ദേഹത്തെ കെട്ടിയിടല്ലേ, ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടിയൊക്കെ കൊണ്ടുവന്നതെന്നറിയോ. അപ്പോൾ നേതാവ് പറയും, ഞാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോണ്ട് നിങ്ങൾ ഈ പൂമാല ഇപ്പോഴെങ്കിലും എത്തിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എത്തിക്കൂലല്ലോ, നിങ്ങൾ ഏത് പാർട്ടിയുടെ ആളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ ഒരു പാർട്ടിയുടെ ആളല്ല, ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നുമില്ല, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിയ പൂവാണ് ഞങ്ങളപ്പോൾ അതിങ്ങനെ ചെയ്യുമോ, ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രേവതി ഫോണിൽ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൂമാല കെട്ടുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് സച്ചി പറയും, രാവിലെ തന്നെ ഞങ്ങൾ ഈ പൂമാലകളൊക്കെ വണ്ടിയിൽ കയറ്റി വിട്ടതാണ്, പകുതി വഴിക്ക് വെച്ച് ഏതോ 2 പേര് വന്ന് ഈ വണ്ടി മോഷ്ടിച്ചുകൊണ്ടും പോയി, അവരായിട്ട് തള്ളു പിടിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വണ്ടി കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഞാൻ വേണമെങ്കിൽ സാറിന് ഫോട്ടോസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയും പൂമാല പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കാണിക്കും. പിന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയും വോയിസ് ക്ലിപ്പും എല്ലാം കേൾപ്പിക്കുമ്പോഴേക്കും അയാൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവുമേ നേതാവിന്. പറയും, നീ പറയുന്നത് സത്യമാണോ? അപ്പോൾ സച്ചി പറയും, ഞാൻ പറയുന്നത് സത്യമാണ്, ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങൾക്ക് ഈ പൂമാല പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, അതെങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്നുള്ള വിചാരം മാത്രമായിരുന്നു. നേതാവിന് കുറച്ച് സന്തോഷമാവേ. നേതാവ് പറയും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്, അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാവുമെന്ന് കണ്ടപ്പോൾ ആ തോന്നിയ ടെൻഷനിൽ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കുന്നൊക്കെ സച്ചിനോട് നേതാവ് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇല്ല എനിക്ക് മനസ്സിലാവും സാറിൻ്റെ അവസ്ഥ, ഏതായാലും നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ചിട്ട് ഈ സ്ഥലം നാടും തന്നെ വിട്ടുപോയാനെ, പക്ഷേ നീ നിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ പൂമാല ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു, നീ ധൈര്യമുള്ളവനാന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറേ അഭിനന്ദിക്കും. എന്നിട്ട് സച്ചിക്ക് പറഞ്ഞു വെച്ച തുകയും കൊടുക്കും, സച്ചിയുടെ കയ്യിൽ കൂടുതലായിട്ടൊരു 5000 രൂപയും കൊടുക്കും. അപ്പോൾ സച്ചി പറയും, അയ്യോ ഞങ്ങൾക്ക് കൂടുതൽ കാശൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് മാത്രം മതി. അപ്പോൾ പറയും, ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തരുന്നതാണ്, നീ വെക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സച്ചിക്ക് കൊടുക്കുവാണ്. നീ ഇനി ഞങ്ങളുടെ ആളാണ്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഇനിയും ഇതുപോലെ പൂവിൻ്റെ ഓർഡർ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ തരും എന്ന് പറഞ്ഞ് നേതാവ് അവരെ വിടുവാണ്. ഏതായാലും സച്ചിയും രേവതിയൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവർ ആ കാശും കൊണ്ട് നേരെ പോകുന്നത് ചേച്ചിമാരുടെ അടുത്താണ്. രേവതിയെ സഹായിക്കാൻ ഒരുപാട് പേര് വന്നില്ലേ, അവർക്കൊക്കെ കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് പോകുവാണ്. എന്നിട്ട് പറയും, ചേച്ചി ഇന്ന കാശെന്ന് പറയുമ്പോഴേക്കും അവർ പറയും, കാശോ എന്തിന്? അപ്പോൾ സച്ചി പറയും, ജോലി ചെയ്തതിൻ്റെ കാശാ. ജോലിയോ? ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ രേവതിക്ക് ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ്, രേവതിയും നിങ്ങളെയൊക്കെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് കണ്ടതെന്ന് പറയും. അപ്പോൾ രേവതി പറയും, എന്നാലും ചേച്ചി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിയ പൂമാലയല്ലേ. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഈ മാല വേണ്ട, രേവതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ പോലെ തന്നെയാണ്, നീ ഞങ്ങൾക്ക് എന്തോരം സഹായം ചെയ്തു തന്നിട്ടുണ്ട്, നീ ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ കാശ് മേടിക്കും, ഞങ്ങൾക്ക് ഈ കാശ് വേണ്ട, ഈ കാശ് നിങ്ങൾ തന്നെ വെച്ചോ, നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ കാശ് വെച്ചോ എന്ന് പറഞ്ഞ് ചേച്ചിമാർ പറയുവാണ്. ചേച്ചിമാർക്ക് രേവതിയോടുള്ള സ്നേഹമൊക്കെ കണ്ട് സച്ചിയുടെ കണ്ണ് നിറയുവാണ്. രേവതിക്കും സന്തോഷമാവും കേട്ടോ ചേച്ചിമാരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ. എന്നിട്ട് സച്ചിയും രേവതിയും കൂടി നേരെ വീട്ടിൽ പോവും. നേരെ വീട്ടിൽ പോയിട്ട് അച്ഛാ അച്ഛാ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവേ സച്ചി. എന്നിട്ട് അപ്പോൾ അവർ 2 പേരും വരും, ചന്ദ്രയും വരും, രവീന്ദ്രനും വരും. എന്നിട്ട് സച്ചി ആ കാശ് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറയും, അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഇത് ഞങ്ങളുടെ ആദ്യത്തെ വരുമാനം, രേവതിക്ക് കിട്ടിയ വലിയ ഓഫറിൽ നിന്ന് കിട്ടിയ പ്രതിഫലമാണ്, 5000 രൂപ കൂടുതലും കിട്ടി, ഇത് ഞങ്ങൾ അച്ഛനെ ഏൽപ്പിക്കാനാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും, എന്നെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്, ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടിയ പൂമാലയല്ലേ, ഈ കാശ് നിങ്ങൾ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ പറയും, അല്ല അച്ഛാ അച്ഛൻ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, ഇല്ല ഇല്ല, ഈ കാശിന് അവകാശികൾ നിങ്ങളാണെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അങ്ങനെയാണെങ്കിൽ അച്ഛൻ തന്നെ ഈ കാശ് രേവതിക്ക് കൊടുക്കണം എന്ന് പറയും. രേവതിയുടെ കയ്യിലെ വലിയ പൊതിയൊക്കെ കണ്ട് ചന്ദ്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. ഓ, പൂ കെട്ടിയതിന് ഇത്രയും കാശോ എന്നൊക്കെ ഉള്ള വിചാരമാണ് ചന്ദ്രയുടെ മനസ്സിൽ. ചന്ദ്രനോട് ഇവരൊന്നും പറയുന്നില്ല. അപ്പോൾ അച്ഛൻ പറയും, വാ നമുക്ക് 2 പേർക്കും കൂടി ഇത് അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കാം എന്ന് പറയും രവീന്ദ്രൻ. എന്നിട്ട് ചന്ദ്രയും രവീന്ദ്രനും കൂടി, ചന്ദ്രക്ക് വലിയ സന്തോഷമൊന്നുമില്ല, മനസ്സിൽ നിറച്ചും കുശുമ്പാണ്. എന്നിട്ട് 2 പേരും കൂടി രേവതിക്ക് ആ കാശ് കൊടുക്കും. രേവതി അവരുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കും. എന്നിട്ട് രേവതി നേരെ കൊണ്ടുപോയി ആ പൈസ കൊണ്ടുപോയി അലമാരയിൽ വെക്കുവാണ്. ചന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര കുശുമ്പാണ്, ഇത്രയും കാശ് കിട്ടിയിട്ടും എനിക്കൊരു ചില്ലി കാശ് പോലും അവൾ തന്നില്ല എന്നുള്ള വിചാരമാണ്. ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്, ഓ ഈ പൂക്കാരി ഇപ്പം ലക്ഷാധിപതി ആയല്ലോ, ഇനി ഇവളുടെ അഹങ്കാരം കാണേണ്ടി വരുമെന്നൊക്കെയുള്ള വിചാരമാണ് ചന്ദ്രയുടെ മനസ്സിൽ.
എന്നിട്ട് പിന്നെ സച്ചി പോകും. സച്ചി ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും. രേവതി ആ പൈസയൊക്കെ എടുത്ത് വെക്കും. ചന്ദ്ര ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ്. അപ്പോഴാണ് ശ്രുതി വരുന്നത്. ശ്രുതി പറയും, അമ്മേ ഞാൻ പണിക്ക് പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഇതെന്താ ഇത്രയും താമസിച്ചു പോകുന്നത്? അപ്പം പറയും, ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ലല്ലോ, അതാ പിന്നെ ഇത്തിരി താമസിച്ച് പോകുന്നതെന്ന് പറയും, ഭയങ്കര ക്ഷീണമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ആ ശരിയാ, രാത്രി മൊത്തം പൂ കെട്ടി ഞങ്ങളെ ആരെയും ഉറക്കാൻ വിട്ടിട്ടില്ല ആ പൂക്കാരി എന്നൊക്കെ പറയുവാണ്. പക്ഷേ ശ്രുതി, നീ എനിക്ക് തരുന്ന ബഹുമാനം ഉണ്ടല്ലോ, അത് വേറെ ആരും എനിക്ക് തരുന്നില്ല. നീ ഒരു ബ്യൂട്ടി പാർലർ വെച്ചിട്ട് മാസം മാസം എനിക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്, അതാണ് നീ എനിക്ക് തരുന്ന ബഹുമാനം. പക്ഷെ വേറെ ചിലവരുണ്ട് വീടിൻ്റെ മുമ്പിൽ എൻ്റെ പേരിൽ ഒരു പൂക്കട ഇട്ടിട്ട് ഒരു ചില്ലി കാശ് പോലും എനിക്ക് തരുന്നില്ല എന്ന് പറയുവാണ്. ഇതൊക്കെ രേവതി അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. ശ്രുതിക്കും മനസ്സിലായി ഇത് രേവതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള ചന്ദ്രയുടെ അടവാണെന്ന്. അവർ രണ്ടുപേരും തമ്മിൽ എന്നിട്ടിങ്ങനെ സംസാരിക്കുവേ. ശ്രുതി പറയും, അത് പിന്നെ ഞാൻ ആൻറ്റി എൻ്റെ അമ്മയെ പോലെ തന്നെയല്ലേ കണ്ടത്, ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുന്നത് പോലെ അമ്മയ്ക്ക് തരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി ഇതൊക്കെ കേട്ടിട്ട് നേരെ മുറിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി പറയുന്നതൊക്കെ കേട്ടിട്ട് ദേ രേവതി മുറിയിൽ പോയിട്ടുണ്ട്, ഇനി അമ്മക്ക് തരാൻ കാശെടുക്കാൻ വേണ്ടി പോവാണോ അവളെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് സംശയമാവേ. ഇനി ശരിയാണോ, ഇനി എനിക്ക് തരാൻ വേണ്ടി ഞാൻ ഇത്രയും പറയണത് കേട്ടിട്ട് അവളുടെ മനസ്സലിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി പോയതാണോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുവേ. ചന്ദ്രയും ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് രേവതി മുറിയിൽ എന്ത് ചെയ്യുവാണെന്ന്. അപ്പോൾ രേവതി നേരെ മുറിയിൽ പോയിട്ട് അലമാരയൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ദേ രേവതി അലമാരയൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കപ്പം മനസ്സിലൊരു ചെറിയൊരു സന്തോഷം വരുവേ, കാശ് തരാനാണെന്ന് ഓർത്തിട്ട്. പറയും, ദേ പൈസയൊക്കെ എടുക്കുന്നു രേവതി എന്ന് ശ്രുതി പറയും ഒളിഞ്ഞു നോക്കിയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നിട്ട് രേവതി പെട്ടെന്ന് മുറിയുടെ പുറത്തിറങ്ങുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും കൂടി വിഷയം മാറ്റി വേറെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുവേ. എന്നിട്ട് രേവതി വന്ന് അമ്മേനോട് പറയും, എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ പറയും, ചന്ദ്ര പറയും, അതിന് ഞാൻ എന്ത് ചെയ്യണം? അല്ല, സാമ്പാർ അടുപ്പത്തിരിക്കുകയാണ്, അതൊന്ന് തിളക്കുമ്പോൾ ഒന്ന് ഇറക്കി വെക്കണേന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവേ. ചന്ദ്രയുടെ വിചാരം രേവതി പൈസയൊക്കെ എടുത്ത് ചന്ദ്രക്ക് തരാൻ വേണ്ടി വരുന്നെന്നാണ്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ തന്നെ ചന്ദ്രയുടെ മുഖമൊക്കെ മാറും. ചന്ദ്ര ശ്രുതിയോട് പറയും, കണ്ടോ, കുറച്ച് കാശ് കൈ വന്നപ്പോൾ തന്നെ അവൾക്ക് ഇത്ര അഹങ്കാരം, അവൾക്കിപ്പോൾ അഹങ്കാരം കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഓർത്തു ആൻറ്റിക്ക് കാശ് തരാൻ വേണ്ടിയാണ് രേവതി കാശൊക്കെ അലമാരയിൽ നിന്ന് എടുത്തതെന്ന്. അവൾ എനിക്ക് എവിടെ നിന്ന് കാശ് തരാൻ പോകുന്നു? എൻ്റെ വീട്ടിലിരുന്ന് പൂവും കെട്ടി ഞങ്ങളുടെ ഉറക്കവും കളഞ്ഞ് ഗ്യാസും ലൈറ്റും എല്ലാം ഞങ്ങളുടെയാണ്, കറണ്ട് കാശൊക്കെ അവളുടെ നിന്ന് മേടിക്കണം. എന്നിട്ടൊരു ചില്ലി കാശ് പോലും അവൾ എനിക്ക് തന്നില്ല. എന്നിട്ട് അവൾ പോകുന്നത് കണ്ടില്ലേ, എൻ്റെ അടുത്ത് അടുക്കളപ്പണി നോക്കാൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോകുവാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അല്ല, ഈ രേവതി ഇത്രയും പൈസയൊക്കെ കൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നേ? പൈസ എടുക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഈ പുറത്ത് ഇത്ര തിരക്കിട്ട് ഇവളിത് എങ്ങോട്ടാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, വേറെ എങ്ങോട്ട്, അവൾ അവളുടെ വീട്ടിലോട്ട് പോകുമായിരിക്കും അവളുടെ അമ്മക്ക് കൊടുക്കാൻ. ഇവിടെ നിന്ന് എല്ലാ പണിയെടുത്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് കാശ് മൊത്തം അവൾ അവളുടെ അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ശ്രുതി പറയും, ശരി ശരി, ഞാൻ ഇപ്പം തന്നെ ലേറ്റായി, ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ശ്രുതി പോകുവാണ്. പാവം ചന്ദ്ര കേട്ടോ, പൈസ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് കുറേ ആഗ്രഹിച്ചു, കിട്ടാത്തതിലുള്ള നല്ല നിരാശയുണ്ട് ചന്ദ്രയുടെ മുഖത്ത്. അപ്പോൾ ഈ രേവതിന് ഇത് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു സർപ്രൈസാണ്, വേറെ ആർക്കും അല്ല, സച്ചിക്കാണ് രേവതി സർപ്രൈസ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നാളെ ചാനൽ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.